മലയാളികൾക്ക് മുഖവുര വേണ്ടാത്ത എഴുത്തുകാരൻ, 30ഓളം പുസ്തകങ്ങൾ നമ്മളുടെ മലയാളത്തിന് സമ്മാനിച്ച JCB അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എന്നിവ നേടിയ ബെന്യാമിൻ അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങ് ഒരു എഴുത്തുകാരനാണെന്ന് എന്നു മുതലാണ് അങ്ങക്ക് മനസ്സിലായത്? ബെന്നി ഡാനിയൽ എന്ന ഒരു മനുഷ്യൻ എന്നു മുതലാണ് ബെന്യാമിനായത്? വളരെ വൈകി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോളേജ് കാലത്തോ സ്കൂൾ കാലത്തോ മാസികകളിലോ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളിലോ ഒന്നും എഴുതുകയോ സാഹിത്യം വലിയ ഇഷ്ടമായി കൊണ്ടു നടക്കുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. പക്ഷേ 21-ാമത്തെ വയസ്സിൽ ഗൾഫിലേക്ക് പോയ ഒരാൾ പിന്നീടുള്ള കുറേ വർഷങ്ങൾ ഏകാന്തത, ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചപ്പോൾ ഞാൻ വായനയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഒരു 9 വർഷത്തെ വായനയുടെ ഒക്കെ ഒടുവിൽ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ചാണ് മലയാളത്തിലെ വലിയ എഴുത്തുകാർ എഴുതുന്നത് പോലെ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നതും പതിയെ പതിയെ എഴുതാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ മുളയ്ക്കുന്നതും. അന്ന് ഡയറി കുറിപ്പുകൾ, കത്തുകൾ, പുസ്തക ആസ്വാദനങ്ങളൊക്കെ എഴുതിക്കൊണ്ടാണ് ഞാൻ എഴുത്തിലുള്ള പരിശീലനം നടത്തിയത്. അതിനൊക്കെ ശേഷം ഒരു 30-ാം വയസ്സിലാണ് യഥാർത്ഥത്തിൽ ആദ്യ കഥ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഒരു 9 വർഷത്തെ നിരന്തരമായ വായനയിൽ നിന്നും എഴുത്ത് പരിശീലനത്തിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലും ഒരു എഴുത്തുകാരനുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടായി തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ തൂലികാനാമം സ്വീകരിക്കുന്നതിനുള്ള കാരണം? തൂലികാനാമം സ്വീകരിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം, എൻ്റെ അന്നത്തെ നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ വലിയ സാഹിത്യ സ്നേഹികളും കഥയും കവിതയും ഒക്കെ വളരെ ഗൗരവമായി കാണുന്നവരുമൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ എന്നെപ്പോലെ ഒരാൾ, അവരോടൊപ്പമൊന്നും സാഹിത്യബോധമില്ലാത്ത ഒരാൾ എഴുത്തുകാരനായി തീരാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുന്നത് പോലും എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള വലിയ ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പേരിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കാമെന്ന ആഗ്രഹത്തിൻ്റെ പിന്നിലാണ് യഥാർത്ഥത്തിൽ ബെന്യാമിൻ എന്ന് പറയുന്ന തൂലികാനാമം സ്വീകരിക്കുന്നത്. പിന്നീട് ആ പേരിന് ഒരു മനോഹാരിതയുണ്ട് എന്ന് തോന്നുകയും ചെയ്തു. പക്ഷേ ഞാൻ ആദ്യ സമാഹാരം വന്നപ്പോൾ തന്നെ അവരൊക്കെ എന്നെ തിരിച്ചറിയുകയും ഞാൻ തന്നെയാണത് തിരിച്ച് എഴുതുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീടുള്ള എല്ലാ കാലത്തും പിന്നെ ആ പേര് ഞാൻ തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. 21-ാം വയസ്സിൽ പ്രവാസിയായിരുന്ന വ്യക്തിയാണ് അങ്ങ്. ഞാൻ അറിഞ്ഞിടത്തോളം അത്യാവശ്യം നല്ല സുഹൃത്ത് വലയങ്ങളുള്ള വ്യക്തിയായിരുന്നു അങ്ങ്. ഇവിടെ നിന്ന് ഗൾഫിലോട്ടുള്ള ചുവടുമാറ്റം എങ്ങനെയാണ് അങ്ങയുടെ ജീവിതത്തെ ശരിക്കും സ്വാധീനിച്ചത്? അന്ന് യഥാർത്ഥത്തിൽ അന്നത്തെ എല്ലാ ചെറുപ്പക്കാരുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഗൾഫായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പഠിക്കുന്ന കാലം മുതൽ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഗൾഫിൽ പോകണം എന്നത് തന്നെയായിരുന്നു. അതിനനുസരിച്ചാണ് ഞാൻ എഞ്ചിനീയറിംഗ് പോളിടെക്നിക്ക് പഠിക്കുന്നതും പോകാനുള്ള ആഗ്രഹം. അപ്പോൾ എൻ്റെ ഒരു കസിൻ മുഖാന്തരമാണ് ഞാൻ ആ വഴിയിൽ എത്തപ്പെടുന്നതും അല്ലെങ്കിൽ അവിടെ ഗൾഫിൽ പോകുന്നതും. പക്ഷേ ഇവിടെ ഞാൻ നല്ല സൗഹൃദ വലയം, എല്ലാ ദിവസവും വൈകിട്ട് സ്കൂളിൻ്റെ മുറ്റത്ത് പോയി ക്രിക്കറ്റ് കളി, വൈകിട്ട് എല്ലാവരും കൂടെ കൂടുകൂടിയിരുന്ന് വർത്തമാനം പറച്ചിൽ, ഇവിടെ അടുത്താണ് അച്ചൻകോവിലാർ, അവിടെ പോയി പുഴയിൽ നീന്തിക്കുളി, അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ വലിച്ചെറിഞ്ഞ പോലെയാണ് 21-ാമത്തെ ഒരു വയസ്സിൽ നമ്മൾ ഒരു ഗൾഫ് രാജ്യത്തേക്ക് എത്തപ്പെടുന്നത്. അവിടെ ചെന്ന് പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഏകാന്തത, ഒറ്റപ്പെടൽ, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രായത്തിൽ നമ്മൾ നമ്മുടെ എല്ലാ പഴയ സൗഹൃദത്തിൽ നിന്നും വലിച്ചെറിഞ്ഞ്, നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞ് പോകുമ്പോൾ ആ ഐഡൻറ്റിറ്റി ക്രൈസിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഒരു പക്ഷേ ഞാൻ വായനയിലേക്ക് എത്തപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമൊക്കെ കുറേ സിനിമകളൊക്കെ അന്നത്തെ കാലത്ത് VCPയിലൊക്കെ കുറേ സിനിമകളൊക്കെ കണ്ടു നോക്കിയെങ്കിലും അതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുന്നതായി തോന്നിയില്ല. പിന്നീടാണ് ഞാൻ വായനയിലേക്ക് വരുന്നത്. വായനയിലേക്ക് വരുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ശൂന്യമായിരുന്ന ചില ഇടങ്ങളെ, ഞാൻ ആഗ്രഹിച്ച ചില ഇടങ്ങളെ പൂരിപ്പിക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞത്. എൻ്റെ ഉള്ളിലൊരു നിറവ് വന്ന് നിറയുന്നത് ഞാൻ അനുഭവിച്ചത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മാറ്റം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അത് നിശ്ചയമായിട്ടും വലിയ മാറ്റമായിരുന്നു ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ഉള്ളിലുള്ള എഴുത്തുകാരനെ, സാഹിത്യസ്നേഹിയൊക്കെ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞത് ആ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. അതൊരു വലിയ പറിച്ചറിയലായിരുന്നു എങ്കിൽ പോലും വ്യക്തിപരമായി അത് പിൽക്കാലത്ത് എനിക്ക് ഗുണമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടബോധങ്ങളും സങ്കടങ്ങളുമാണ് ഒരു എഴുത്തിലെ തീ എന്ന്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം തൃപ്തനാണ് എങ്കിൽ, സമൂഹത്തിനോട് നമുക്ക് യാതൊരു വിധത്തിൽ അതൃപ്തിയുമില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വ്യഥകളില്ല എങ്കിൽ, സങ്കടങ്ങളില്ല എങ്കിൽ, നമുക്ക് അതൃപ്തികളില്ല എങ്കിൽ നിശ്ചയമായിട്ടും നമ്മളൊരു എഴുത്തുകാരനാവില്ല. നമ്മൾ ആ ജീവിതം ആസ്വദിച്ച് പോവുകയുള്ളൂ. നമ്മുടെ മുമ്പിൽ വന്നു നിറയുന്ന അനേകം ജീവിതങ്ങളെ ഓർത്തുള്ള സങ്കടങ്ങൾ, നമ്മുടെ തന്നെ വ്യക്തിപരമായ ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ
എന്താണ് ചിന്തയിലേക്കും അതുവഴി ആന്തരികമായ സംഘർഷങ്ങളിലേക്കും അതുവഴി എഴുത്തിലേക്കും നയിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നിശ്ചയമായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. സാറിൻ്റെ യൂത്തനേഷ്യ എന്ന നോവൽ ഇറങ്ങുന്നത് 2000-ലാണ്. നോവലിൽ ചെറുകഥാ സമാഹാരം 2000-ലാണ്. അതിനുശേഷം 2008-ലാണ് ആടുജീവിതം എന്ന ടേണിംഗ് പോയിന്റ് അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു കാലയളവിനെ, അതായത് 2000 മുതൽ 2008 വരെയുള്ള കാലയളവിനെ എങ്ങനെ നോക്കിക്കാണുന്നു? സാഹിത്യത്തിൽ ഞാൻ ഏറ്റവും അധികം ഗൗരവമായി സജീവമായി പ്രവർത്തിച്ച ഒരു കാലയളവാണ് 2000 മുതൽ 2008 വരെ എന്ന് പറയുന്നത്. ആ കാലയളവിലാണ് എൻ്റെ കഥകളിൽ ചിലതെങ്കിലും പ്രമുഖ മാസികകളിൽ അച്ചടിച്ചു വരുന്നത്. എൻ്റെ അക്കപ്പോൻ്റെ 20 നസ്രാണി വർഷങ്ങൾ എന്ന് പറയുന്ന നോവൽ പുറത്തു വരുന്നു. അത് മാധ്യമം വാരികയിൽ സീരിയലൈസ് ചെയ്ത് വരുന്നു. അഭിഷേകൻ വരുന്നു, അത് പ്രമുഖ മാധ്യമത്തിൽ തന്നെ സീരിയലൈസ് ചെയ്തു വരുന്നു. DC ബുക്സിനെ പോലെയുള്ള ഒരു പ്രസാധകർ അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നു. അങ്ങനെ ഞാൻ സാഹിത്യ ലോകത്തേക്ക് കുറേ കൂടി അടുത്തു, കുറേ കൂടി എനിക്ക് അവിടെ നിലനിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ 8 വർഷങ്ങളായിരുന്നു അതെന്ന് പറയാം. അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആടുജീവിതം വരുന്നത്. അപ്പോഴേക്കും യുത്തനേസ്യ, പെൺമാറാട്ടം തുടങ്ങിയ കഥാസമാഹാരങ്ങൾ, 3 നോവലുകളൊക്കെ അതിനു മുമ്പ് പുറത്തു വന്നിരുന്നു. കഥകളിൽ ഒരു ക്യാരക്ടറായി മാറുന്നതിൻ്റെ യുക്തി എന്താണ് ശരിക്കും? എന്തിനാണ് അങ്ങനത്തെ ഒരു സാന്നിധ്യം കഥകളിൽ? ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഓരോ വായനക്കാരനും കഥയിൽ നിന്ന് അകന്നു പോകാനുള്ള, വായനയിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു ത്വര അവൻ്റെ വായനയുടെ ഓരോ നിമിഷത്തിലും ഉണ്ടാവും. ഈ പുസ്തകം ഈ നിമിഷത്തിൽ ഞാനിത് വായിച്ച് അവസാനിപ്പിക്കും, ഇത് മുന്നോട്ട് പോകില്ല എന്ന് അവൻ സ്വയം പറഞ്ഞുകൊണ്ടാണ് ഓരോ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അവനെ അവിടെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പോൾ എഴുത്തുകാരൻ തന്നെ അതിനകത്ത് കഥാപാത്രമാവുക, അവൻ തൻ്റെ ജീവിതങ്ങളിലെ ചില ഭാഗങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നതായി ഭാവിക്കുക എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും വായനക്കാരന് കുറേ കൂടി ഒരു അടുപ്പം ഉണ്ടാക്കാൻ ഇടയാകുമെന്ന് കരുതുന്നത് കൊണ്ടാണ് പലപ്പോഴും എഴുത്തുകാരൻ തന്നെ അതിനകത്ത് കഥാപാത്രമായി വരുന്നത്. ഞാൻ സത്യം തുറന്നു പറയട്ടെ, ഞാൻ അങ്ങയുടെ ആടുജീവിതം എന്നൊരു പുസ്തകം മാത്രമേ ഇതുവരെ വായിച്ചിരുന്നുള്ളൂ. പക്ഷേ ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കണ്ട ഇൻ്റർവ്യൂകളിൽ അങ്ങ് പറയുന്നത് കണ്ടു, മഞ്ഞവെയിൽ മരണങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയത് മുതൽ ഇന്ന് രാവിലെ 9:30 വരെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന പുസ്തകം വായിച്ചു ഫിനിഷ് ചെയ്തു. അതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ, അതിലെ യുവാക്കൾക്കെല്ലാം എന്തോ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഇന്നർ സ്ട്രഗിൾ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കഥാപാത്രങ്ങൾക്ക്. അതുപോലെ അതേപോലത്തെ സ്ട്രഗിൾസ് ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഉള്ളതായിട്ട് അങ്ങേക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചെറുപ്രായത്തിൽ ഒരു പക്ഷേ ആ ഘട്ടത്തിൽ അവിടെ കടന്നു പോകുന്നുണ്ടാവില്ല ബഹുഭൂരിപക്ഷം യുവാക്കളും. അവർ പറഞ്ഞതുപോലെ ഒരു ഉന്മാദത്തിൻ്റെ, അടിച്ചുപൊളിയുടെ, ആഹ്ലാദത്തിൻ്റെ ഒരു ലോകത്തായിരിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ ആ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ അവർ നേരിടുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ പുറംദേശങ്ങളിലേക്ക് പോകുന്ന കുട്ടികളിൽ ആ ഐഡൻറ്റിറ്റി ക്രൈസിസ് പെട്ടെന്ന് ഉണ്ടാവുകയും താൻ ആരാണ്, തൻ്റെ ജീവിതം എന്താണ്, എവിടെയാണ് സെറ്റിൽ ആവേണ്ടത്, തന്നെ എവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരിലേക്ക് പെട്ടെന്ന് വരും. കേരളത്തിൽ ജീവിക്കുന്നവർ കുറേ കൂടി സെക്യൂറായ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അത് അത്ര പെട്ടെന്ന് വരില്ല. പക്ഷേ അത്തരം ചിന്തകളുള്ള ധാരാളം ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഐഡൻറ്റിറ്റി ക്രൈസിസിനെ നേരിടേണ്ട ഏതൊരു ഘട്ടം ഓരോ മനുഷ്യനും കടന്നു പോകുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലിംഗഭേദമില്ലാതെ യാതൊരു സംശയമില്ല. പെൺകുട്ടികൾക്ക് അത് കൂടുതലായി ഫീൽ ചെയ്യും. കാരണം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ അടിച്ചമർത്തലുകൾ ഒക്കെ തന്നെ കൂടുതൽ അടയാളപ്പെടുത്താനുള്ള ഒരിടത്തിലേക്ക് അവർ ഇറങ്ങിപ്പോവാൻ അവരെ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത ചോദ്യം എൻ്റേതല്ല, വായനക്കാരുടേതാവാം. ഓക്കെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വായനക്കാരുടേതാവാം. മഞ്ഞവെയിൽ മരണങ്ങൾ ശരിക്കും ഒരു യഥാർത്ഥ കഥയാണോ? ശരിക്കും കഥയും ചരിത്രവും എന്തിനാണ് ഇത്രയേറെ അടുപ്പിച്ച് ചെയ്തിരിക്കുന്നത്? ഒന്ന്, ചില ചരിത്രങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് കഥ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ അന്ത്രപ്പേർ എന്ന് പറയുന്ന കുടുംബം യഥാർത്ഥത്തിലുള്ളതാണ്. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നതിൽ ചില ഫിക്ഷനുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് തന്നെയുള്ള വില്ലാർവട്ടം തോമരാജാക്കന്മാരുടെ ചരിത്രം യാഥാർത്ഥ്യത്തിലുള്ളതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഉദയംപേരൂരിൽ പോയാൽ തോമരാജാക്കന്മാരുടെ ശവകുടീരങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു ഫിക്ഷനിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ള ആലോചനയിൽ നിന്നാണ് നോവലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അതിനകത്ത് എത്ര സത്യമുണ്ട്, അത് പൂർണ്ണമായും സത്യമാണോ എന്ന് ചോദിച്ചാൽ ആ ഹിസ്റ്റോറിക്കൽ പാർട്ടുകളെല്ലാം സത്യമാണ്. പക്ഷേ അവിടെ ചില
ഫിക്ഷണൽ കഥാപാത്രങ്ങളെയും ഫിക്ഷണൽ കഥാസന്ദർഭങ്ങളെയും സൃഷ്ടിച്ചാണ് നമ്മളൊരു ചരിത്രം പറയുന്നത്. വെറുതെ ചരിത്രം പറഞ്ഞാൽ അത് വരണ്ടതായി പോകും എന്നുള്ളത് കൊണ്ട് അതിനെ പറയാനുള്ള ഏറ്റവും മനോഹരമായ വഴി എന്ന നിലയിലാണ് ഞാൻ ഫിക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. എന്തിനാണ് അത് പൂർണ്ണമാക്കാതെ നിർത്തിയത്? അങ്ങയുടെ സൈഡിൽ നിന്ന് പൂർണ്ണമായിരിക്കും, പക്ഷേ വായനക്കാരൻ എന്ന നിലയിൽ എനിക്കത് പൂർണ്ണമല്ല. എന്തിനാണ് അങ്ങനത്തെ ഒരു അത് ഒരു അവസാനം? പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ വായനക്കാരൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അന്വേഷണം ആരംഭിക്കുന്നിടത്താണ് ഒരു പുസ്തകത്തിൻ്റെ വിജയം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാം വായിച്ചു തൃപ്തിയായി ശരി ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞ് പുസ്തകം മടക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ പുസ്തകത്തിൻ്റെ പിന്നാലെ വായനക്കാരൻ അലയില്ല എന്നുള്ളതല്ല, അവൻ്റെ മനസ്സിലത് നിറഞ്ഞു നിൽക്കില്ല എന്നുള്ളത്. പക്ഷേ പൂർണ്ണമാകാത്ത ചില ചോദ്യങ്ങൾ, ഇപ്പോൾ എന്താണ് സെന്തിലിനെ കൊന്നതാരാണ്, അന്തർപ്പർ എവിടേക്കാണ് പോയി മറഞ്ഞത്, മെൽവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ, ഇത്തരം ചില ചിന്തകൾ വായിച്ച് അവസാനിപ്പിച്ച ശേഷവും വായനക്കാരൻ്റെ ഉള്ളിൽ അവശേഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പുസ്തകം അവരുടെ ഉള്ളിൽ തുടർന്ന് ജീവിക്കുന്നത്. പുസ്തകം എഴുത്തുകാരൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് വായനക്കാരൻ ചിന്തിച്ചു തുടങ്ങുകയും അയാളുടെ ഭാവനയിൽ നിന്ന് ചില കഥാസന്ദർഭങ്ങൾ മെനയുകയും ചെയ്യുമ്പോഴാണ് ആ എഴുത്ത് സക്സസ് ആയി എന്ന് പറയാൻ കഴിയുന്നത്. അത്തരത്തിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങ് ഒരിക്കൽ പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ആത്മകഥ ചിലപ്പോൾ എഴുതുകയില്ലായിരിക്കാമെന്ന്. പക്ഷേ ആത്മകഥ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അതിൽ ഊന്നി പറയുക എന്തായിരിക്കും? നമ്മൾ ആത്മകഥ ഈ പറഞ്ഞതുപോലെ, ഞാൻ എന്തുകൊണ്ടാണ് ആത്മകഥ ഫിക്ഷൻ എഴുത്തുകാർ എഴുതേണ്ടതില്ല എന്ന് പറയാൻ കാരണം, നമ്മളുടെ ചിന്തകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, അന്നത്തെ അക്കാലത്തെ വ്യഥകൾ, നമ്മളുടെ സങ്കീർണതകൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഭീതികൾ, ആശങ്കകളൊക്കെ പലതരത്തിൽ നമ്മൾ കഥകളിൽക്കുള്ളിൽ ഇറക്കി വെക്കുന്നുണ്ട്. നമ്മളെഴുതുന്ന ഓരോ വാചകവും അത് ഏത് കഥാപാത്രം പറയുന്നതാവട്ടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ചിന്തകളുടെ പ്രതിഫലനം തന്നെയാണ്. അതുകൊണ്ടാണ് ആ കഥാപാത്രം ആ രീതിയിൽ പറയുന്നത്. അത് പലതരത്തിൽ അതിനെ ആവിഷ്കരിക്കാൻ പല രീതിയിൽ കണ്ടതിനെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എഴുതുന്ന ഒരു ആത്മകഥ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം പ്ലെയിനായി പറയുന്നതിനുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. എന്തെങ്കിലും ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ നാം ജീവിതത്തിൽ അനുഭവിച്ച ചില അനുഭവങ്ങളെ എങ്ങനെ മനുഷ്യർക്ക് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാമെന്ന തരത്തിലായിരിക്കണം ഞാൻ കഥ അല്ലെങ്കിൽ ആത്മകഥ പറയാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട ഒരു രോഗാവസ്ഥ, നമ്മൾ നേരിട്ട ഒരു പ്രയാസാവസ്ഥ, ഇതിനെ നമ്മൾ എങ്ങനെയാണ് മറികടന്നത്, എങ്ങനെയാണ് അത് ജീവിച്ചത് എന്നൊക്കെ പറയുമ്പോഴായിരിക്കും ഒരുപക്ഷെ വായനക്കാരന് മറ്റൊരു തരത്തിലേക്ക് അത് ഗുണപ്രദമാകുന്നത്. അല്ലാതെ ഞാൻ ഇന്ന ജീവിതം ജീവിച്ചു, അവിടെ പോയി ഇവിടെ വന്നു, അത് കണ്ടു ഇത് കണ്ടു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് വായനക്കാരന് ഗുണമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ നമ്മൾ അനുഭവിച്ച ആന്തരികമായ ചില ഭാവങ്ങളെ ആയിരിക്കും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നാഷണലിൽ പ്രശസ്തനാണ്. ഈ ഒരു പ്രശസ്തി അങ്ങയുടെ സാധാരണത്വത്തെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെ പ്രശസ്തി ഒരു വലിയ ഭാരമായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം പ്രശസ്തി എന്ന് പറയുന്നത് വളരെ ആപേക്ഷികമായ ഒരു കാര്യമാണ്. നിങ്ങളെ ചിലപ്പോൾ 5 പേർ അറിയാമായിരിക്കും, 50 പേർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ ആരാണെന്ന് ഒരിക്കൽ മറിയ ഷറപ്പാവ ചോദിച്ച അനുഭവമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് നമ്മളെ അറിയാമെന്നുള്ളതാണ്. നമ്മളങ്ങനെ നമ്മളെ ഈ ലോകം മുഴുവൻ അറിയാം, നമ്മൾ അന്തർദേശീയ പ്രശസ്തനാണെന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ആ പ്രശ്നം. ഇല്ലാതെ നമുക്ക് നമ്മുടെ സ്വകാര്യതയിൽ, നമ്മുടെ ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും പോകുന്നതിൽ ഒരു തടസ്സവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പ്രശസ്തി ഒരു തരത്തിലും തടസ്സമായി തോന്നിയിട്ടില്ല. പ്രശസ്തി എന്നെ ഒരു തരത്തിലും ബാധിച്ചിട്ടുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആടുജീവിതം എന്ന സിനിമയുടെ തിരക്കഥ എന്തുകൊണ്ടായിരുന്നു സ്വയം എഴുതാതിരുന്നത്? ശരിക്കും അതിൻ്റെ കഥാകാരൻ തന്നെ തിരക്കഥ എഴുതുമ്പോഴല്ലേ കുറച്ചും കൂടി ഭംഗിയുണ്ടാവുക കഥയ്ക്ക്? ഇല്ല, ഒന്ന് ബ്ലെസി സാറ് സിനിമ കഥ വാങ്ങുമ്പോൾ തന്നെ അത് എന്നോട് പറഞ്ഞിരുന്നു, അദ്ദേഹമാണ് അതിന് തിരക്കഥ എഴുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകൾക്കും തിരക്കഥ എഴുതുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഒരു നല്ല രചയിതാവാണെന്ന് അദ്ദേഹത്തിൻ്റെ പല തിരക്കഥയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഒരു സംവിധായകൻ്റേതാണ് സിനിമ എന്ന് പറയുന്നത്. അദ്ദേഹം കാണേണ്ട കാഴ്ചകൾ, അദ്ദേഹം കാണേണ്ട രീതികളെ അദ്ദേഹം തന്നെ എഴുതുമ്പോഴാണ് ഏറ്റവും മനോഹരമാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ എഴുതി വെക്കുന്ന ചില കാര്യങ്ങളെ അദ്ദേഹം പിന്നീട് സ്വയം കൺസീവ് ചെയ്തിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമായി മാറും. അപ്പോൾ ഞാൻ കരുതുന്നത് എല്ലായ്പ്പോഴും സംവിധായകൻ ഒരു നല്ല തിരക്കഥാകൃത്താണ് എങ്കിൽ അദ്ദേഹം തന്നെ തിരക്കഥ എഴുതുന്നതാവും നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് നിശ്ചയമായിട്ടും. പക്ഷേ ആ തിരക്കഥയുടെ പങ്കാളിയാവാനും പരസ്പരം ചർച്ച ചെയ്യാനും ചോദ്യങ്ങൾ ഉന്നയിക്കാനും മാറ്റങ്ങൾ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ വലിയ അവസരങ്ങൾ ഉണ്ടാവുകയും ഞങ്ങൾ ഇരുവരും ചേർന്ന് നിരവധി ദിവസങ്ങൾ ഇരുന്നിട്ട് അതിന്മേൽ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പ്രശ്നമായി ഞാൻ കാണുന്നില്ല, അതൊരു ഗുണമായി മാറി എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരു വായനക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന വ്യക്തി എന്ന നിലയിൽ ഏതൊരു പുസ്തകം പോലെയും അത് സിനിമയാക്കപ്പെടുമ്പോൾ അതിൻ്റെ പൂർണ്ണത കൈവരിക്കാറില്ല.
ആടുജീവിതത്തെ പറ്റിയും എനിക്ക് അങ്ങനെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് ഒരിക്കലും സാധ്യമല്ലല്ലോ. കാരണം 200 പേജുള്ള 43 അധ്യായങ്ങളിലായി കിടക്കുന്ന ഒരു നോവലിനെ സമ്പൂർണ്ണമായും ചിത്രീകരിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമേ അല്ല. അപ്പോൾ ചില സെലക്ഷൻ്റെ ഏരിയ വരും. സംവിധായകന് ഇഷ്ടമുള്ള ചില ഭാഗങ്ങൾ സ്വീകരിക്കും, ചില ഭാഗങ്ങൾ അവോയ്ഡ് ചെയ്യും. അതൊരു പക്ഷേ നമ്മൾ വായിച്ചപ്പോൾ കിട്ടിയ ചില അനുഭവങ്ങളെ ആയിരിക്കും അദ്ദേഹം കളഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനെപ്പോഴും പറയുന്നത് സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ ഒരു വ്യാഖ്യാനം മാത്രമാണ്. അതൊരു പൂർണ്ണമായും നോവലല്ല, ഒരു കൃതിയുമല്ല, ഒരു കഥയുമല്ല. അതിനപ്പുറത്ത് അദ്ദേഹം അതിനെ കണ്ട ചില വ്യാഖ്യാനങ്ങൾ അദ്ദേഹം സ്ക്രീനിലേക്ക് പകർത്തുന്നു. നമ്മൾ ഓരോരുത്തരും പുസ്തകം വായിക്കുമ്പോൾ നമ്മളുടേതായ വ്യാഖ്യാനങ്ങളും നമ്മളുടേതായ കൃതിയും നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നായി മാത്രം അതിനെ കണ്ടാൽ മതി എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം ക്രിസ്റ്റി എന്ന സിനിമയ്ക്ക് വേണ്ടി അങ്ങ് തിരക്കഥ എഴുതിയല്ലോ, അതെങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് യഥാർത്ഥത്തിൽ സംവിധായകൻ നമ്മുടെ ഒരു സുഹൃത്ത് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധത്തിന് നമ്മൾ എഴുതാൻ ശ്രമിച്ചതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല എഴുതിയിട്ടുള്ളത്, ഞാനും GR ഇന്ദുഗോപനും കൂടി ചേർന്നാണ്. ഒരു നല്ല അനുഭവമായിരുന്നു. കാരണം ഈ തിരക്കഥാരചന എന്ന് പറയുന്ന പ്രവൃത്തി എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സമ്പൂർണ്ണമായ ഒരു ബോധ്യമുണ്ടായ ഒരു കാര്യം. ഒരിക്കലും ഒരു നോവൽ എഴുതുന്നത് പോലെ, കഥ എഴുതുന്നത് പോലെയല്ല തിരക്കഥ എന്ന് പറയുന്നത്. അത് ഒരു കൂട്ടായ ചർച്ചയുടെ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ക്രിയേറ്റിവിറ്റിയുടെ പ്രോഡക്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് എഴുത്തുകാരന്, നിങ്ങൾ എത്ര തിരക്കഥാകൃത്താണെന്ന് പറഞ്ഞാലും എഴുത്തുകാരൻ്റെ സംഭാവന വളരെ കുറച്ചാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് എഴുതിയത് കൊണ്ട് അപ്പോൾ തന്നെ അത് വളരെ കുറവാണ്. പിന്നീട് അതിനകത്ത് നിശ്ചയമായിട്ട് സംവിധായകൻ്റെ ഇടപെടലുണ്ടാവും, നിർമ്മാതാവിൻ്റെ ചില സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നുണ്ടാവും, നമ്മളുടെ പണത്തിൻ്റെ ചില പ്രശ്നം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ചില സീനുകൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. ചിലപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തുമ്പോൾ അവിടുത്തെ ചില സിറ്റുവേഷനുകൾ കൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല, അതിനെ മാറ്റി എഴുതേണ്ടി വരും. അങ്ങനെ കോംപ്രമൈസിൻ്റെ ഒരു ഏരിയ. ഇപ്പോൾ നമ്മൾ ഒരു നോവൽ എഴുതുമ്പോൾ കോംപ്രമൈസിൻ്റെ ഒരു ഏരിയയുമില്ല. നമ്മളോട് തന്നെ സ്വയം ആലോചിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭാവനയിൽ ചെയ്യാതെ മറ്റാരോടും ചർച്ച ചെയ്യേണ്ടതോ മറ്റാരുടെയും ഇഷ്ടത്തിനോ ഇംഗിതത്തിനോ ഒന്നും നിൽക്കേണ്ടതോ അല്ല. എന്നാൽ തിരക്കഥ അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തിരക്കഥ എഴുതിയപ്പോഴാണ്, അല്ലെങ്കിൽ ആ ചിത്രീകരണത്തിൻ്റെ ഭാഗമായി കൂടെ ഞാൻ ഉണ്ടായിരുന്നു, അപ്പോഴാണ് അതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങൾ, സൗകര്യപരമായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും തിരക്കഥയിൽ എഴുത്തുകാരന് വളരെ കുറച്ച് സ്ഥാനമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുകയും ചെയ്തു. മലയാളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ അധികം ഇംഗ്ലീഷ് അന്യഭാഷാ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ഏറെ അധികം വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്നവർക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ല 2 പുസ്തകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അങ്ങനെന്ത് പറയും? ഇംഗ്ലീഷിൽ നിന്ന് വന്നിട്ടുള്ളതാണോ അതോ ഏത് പുസ്തകം? മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ഭാഷയുള്ളതാണ്? ഞാൻ എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങളാണല്ലോ പറയാറുള്ളത്. അപ്പം നിക്കോസ് കസിൻസാക്കിസിൻ്റെ സോർബാ ദ ഗ്രീക്ക് എന്ന് പറയുന്ന പുസ്തകം ഞാൻ എല്ലായ്പ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒർഹാൻ പാമൂക്കിൻ്റെ മൈ നെയിം ഈസ് റെഡ് എന്ന് പറയുന്ന പുസ്തകവും. ഇത് രണ്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ട പുസ്തകങ്ങളാണ്. ഞാനൊരു അധ്യാപകനാണ്, അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കാണാൻ കഴിയും. അതിലൊന്നാണ് വായനയിലുണ്ടായ ഇടിവ്. കുട്ടികൾ പുസ്തകങ്ങളുടെ കാര്യത്തിൽ ചിലപ്പം ഒരു ഗ്രാജുവേഷൻ ലെവൽ എത്തുമ്പോഴേക്കും ഒരു പുസ്തകം പോലും വായിക്കാത്ത കുട്ടികളുണ്ട്. ഈ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് മലയാളിയുടെ വായനാശീലത്തെ സ്വാധീനിച്ചത് ശരിക്കും? യഥാർത്ഥത്തിൽ പുസ്തക വായനയിൽ അങ്ങനെ കുറവുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മൊത്തം എണ്ണം നോക്കുമ്പോൾ പുസ്തക വായനയിൽ കൂടുതലാണ് വന്നിട്ടുള്ളതെന്ന് പറയാം. കഴിഞ്ഞ 80കളിലോ 90കളിലോ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പുസ്തകം വായിക്കുന്നതിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് എന്നറിയാം. പക്ഷേ മൊത്തം വായനയുടെ ലെവൽ നോക്കിയാൽ ഇപ്പം എന്താണ് ഇത് അതിലുള്ള വ്യാപ്തിയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 30 വയസ്സാവുമ്പോൾ ഒരുപക്ഷെ ഒരു 300 പുസ്തകം അല്ല, 300 ഒരു 1000 പുസ്തകങ്ങളെങ്കിലും വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ചിലതും വലുതുമായ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ളത്. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അത്തരത്തിൽ പുതിയ കാലത്ത് അത്രയും വായിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അവർക്ക് ഇഷ്ടമുള്ള, അവർ വളരെ സെലക്റ്റീവായി വളരെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. അങ്ങനെ ഒറേഷ്യസായി വായിക്കുന്ന അത്രയും പുസ്തകഭ്രാന്തരായ മനുഷ്യർ വളരെ കുറച്ചാണ്, എന്നാൽ വളരെ കുറച്ച് പേരുണ്ട് താൻ. പക്ഷേ മൊത്തത്തിൽ നമ്മുടെ ഭാഷയുടെ ഒരു വ്യാപനം, ഭാഷയോടുള്ള ബന്ധമൊക്കെ ഇൻ്റർനെറ്റ് കൊണ്ട് കൂടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ 90കളിൽ ഗൾഫിൽ പോകുമ്പോൾ ഒരു പത്രം വായിക്കണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് പത്രം കിട്ടുന്നുള്ളൂ. ഒരു വീക്കിലി കിട്ടുന്നത് 2 ആഴ്ച കഴിഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഏതുതരം ന്യൂസും ഓൺ ദ സ്പോട്ടിൽ അറിയാനുള്ള വലിയ സാധ്യതകൾ ഇൻ്റർനെറ്റ് കൊണ്ട് തന്നിട്ടുണ്ട് എന്നുള്ളത്. അത് മലയാള ഭാഷയുടെ വായനയെ വ്യാപകമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കാലത്ത് അമേരിക്കയിലേക്ക് പോയ ഒരാൾ മലയാളത്തിൽ നിന്ന് അകന്നുപോയ ഒരാളായിരുന്നു. അവർക്കൊരു സാധ്യതയുമില്ല. പക്ഷേ അവർ ഇന്ന് ഇൻ്റർനെറ്റിലൂടെ മലയാള പത്രങ്ങൾ കാണുന്നു, വീക്കിലികൾ കാണുന്നു, മലയാള ചലച്ചിത്രങ്ങൾ കാണുന്നു, മറ്റ് മലയാളവുമായി അടുത്ത് ബന്ധപ്പെടുന്നു. അങ്ങനെ മലയാളം അവരുടെ നിത്യജീവിതത്തിൻ്റെ വ്യവഹാര ഭാഷയായി മാറിക്കൊണ്ടേയിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ അത്തരം പ്രവാസി സമൂഹങ്ങളിലേക്ക് പടർന്നു പോയവരുടെ ഇടയിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഇപ്പോൾ ജപ്പാനിലേക്ക് പോയവർ, ചൈനയിലേക്ക് പോയവർ, ബ്രസീലിലേക്ക് പോയവർ, UK പോയവരൊക്കെ പുസ്തകങ്ങളുമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നതിൻ്റെ ഒരു അനുഭവമുണ്ട്. അപ്പം മലയാളം യഥാർത്ഥത്തിൽ പടരുകയും വളരുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇൻ്റർനെറ്റിൻ്റെ ഗുണം കൊണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാർ ധാരാളമായും പുസ്തകം വായിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ആരോപണം ഉന്നയിച്ചാൽ പോലും അവർ മലയാളവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള കാഴ്ചകളിലൂടെ മലയാളം അവരിൽ നിന്ന് അകന്നു പോകുന്നില്ല എന്നുള്ളൊരു ഗുണകരമായ വസ്തുതയുണ്ട്. പക്ഷേ പുസ്തകങ്ങൾ എന്ന ഇടത്തിലേക്ക് അവരെ കൂടുതൽ കൊണ്ടുവരേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറേ കൂടി ആഴമുള്ള വായനയിലേക്ക് കുറേ കൂടി അധികം പേരെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പല ചെറുപ്പക്കാർക്കും ഇപ്പോൾ ഒരു രാഷ്ട്രീയമില്ല എന്നതാണ്. പലരും അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു സംഗതിയാണെന്ന് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ എഴുത്തിൽ ശരിക്കും രാഷ്ട്രീയമുണ്ടോ? ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമായ രാഷ്ട്രീയമാണ്. അല്ലാതെ അത് ഏതെങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി നിലനിൽക്കുന്നതല്ല. അത് മനുഷ്യാവസ്ഥയുടെ പല തരങ്ങളെക്കുറിച്ച്, പല അവസ്ഥാന്തരങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വരുന്ന സൂക്ഷ്മമായ രാഷ്ട്രീയമാണ്. ഏറ്റവും ഇപ്പോൾ ആടുജീവിതം എന്ന് പറയുന്ന ഒരു കഥ എഴുതുന്നത് തന്നെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ വളരെ ദുർബലനായ ഒരു മനുഷ്യൻ, അതുവരെ ഒരിക്കലും ഗൾഫ് എന്ന് പറഞ്ഞാൽ അത് പണത്തിൻ്റെയും സമ്പന്നതയുടെയും ഇടമാണ് എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് അങ്ങനെയല്ല എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിൽ ഇതുവരെ വെളിച്ചമെത്താത്തവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമെത്തിക്കുക. അല്ലെങ്കിൽ നിശബ്ദ സഞ്ചാരങ്ങളെന്ന് പറയുന്ന നോവൽ നമ്മുടെ നാട്ടിൽ നിന്ന് പല തലമുറകളായി പല വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയിട്ടുള്ള നേഴ്സുമാരുടെ ജീവിതം പറയുന്ന കഥയാണ്. അവരെ ഒരിക്കലും ഒരു സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധകാലം മുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന സ്ത്രീകളെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. അല്ലെങ്കിൽ അറബ് നാട്ടിലെ മുല്ലപ്പൂ വിപ്ലവത്തെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് ഒരു ദേശത്ത് മനുഷ്യൻ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്നത്, അതിൻ്റെ ആത്മസംഘർഷങ്ങൾ എന്താണ് എന്ന് പറയുമ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു രാഷ്ട്രീയമാണ് ഇതിലൂടെ പറയുന്നത്. അങ്ങനെ സൂക്ഷ്മമായ ചില രാഷ്ട്രീയങ്ങളാണ് പറയുന്നത്. അത്തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ സൂക്ഷ്മമായ രാഷ്ട്രീയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം രാഷ്ട്രീയമാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്താണെന്ന്, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി എന്താണെന്ന്, നിങ്ങൾ ഓരോരുത്തരുടെയും ഭാവി എന്താണെന്ന് നിർണ്ണയിക്കുന്നതിൽ രാഷ്ട്രീയം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ തിരിച്ചറിയുക എന്നത്, അതിനെ മനസ്സിലാക്കുക, കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളവരായി തീരുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറുപ്പക്കാർ അതിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. നമ്മളുടെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ, നമ്മളിപ്പോൾ കാണുന്ന വലതുപക്ഷം, ഇടതുപക്ഷം, അല്ലെങ്കിൽ LDF, UDF, BJP എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അപകടകരം ഉപയോഗിക്കുന്ന ജാതി മത രാഷ്ട്രീയത്തെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഏത് പാർട്ടിയായാലും മതത്തിനെ അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനോളം അപകടകരമായി മറ്റൊന്നുമില്ല. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒന്ന് അതുതന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം അഴിമതി നമുക്ക് വളരെ വേഗം തുടച്ചു നീക്കാൻ കഴിയും. പക്ഷേ ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ മനസ്സിനുള്ളിലേക്ക് പടർത്തിവിടുന്ന ജാതി മത ചിന്തകൾ ഒരു ക്യാൻസർ പോലെ ഒരു സമൂഹത്തെ ബാധിക്കുകയും പിന്നീട് അത് ഒരിക്കലും തുടച്ചു നിൽക്കാനാവാത്ത വിധം സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു എന്നതിൻ്റെ ചരിത്രം നമുക്ക് ലോകമെമ്പാടുമുള്ള മതാധിഷ്ഠിത രാജ്യങ്ങളിൽ നടക്കുന്ന സമരങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സംഘർഷങ്ങൾ നമുക്ക് മനസ്സിലാകേണ്ട. അത് നമ്മൾ ഈ ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെയും ജാതിയെയും അത്തരം സങ്കുചിത ചിന്താഗതികളെയും മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മളെ ചരിത്രം പാഠം പഠിപ്പിക്കുന്നുണ്ട്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഭാവിയിൽ വലിയ അപകടം സൃഷ്ടിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളതിൽ നിന്ന് പിന്മാറി നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇനി എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. ഞാനൊരു ആർക്കിടെക്റ്റാണ്. അപ്പം അങ്ങയുടെ പല കഥകളിലും ആർക്കിടെക്ചറിനെ പറ്റി അധികം പ്രതിപാദിക്കുന്നില്ല. അത് അങ്ങ് മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതാണോ, അതോ അതായത് കഥകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണോ, അതോ ആർക്കിടെക്ചറിനെ പതിയെ മാറ്റി നിർത്തുന്നതാണോ? അല്ല, അത് കഥയ്ക്ക് ആവശ്യമുള്ള കഥാസന്ദർഭങ്ങൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ നമ്മൾക്കിഷ്ടമുള്ള, നമ്മൾ തൊഴിൽ ചെയ്ത ചില ഇടങ്ങളെ കഥയിലേക്ക് ആവഹിച്ചു കൊണ്ടുവരിക എന്നത് ശരിയായ കാര്യമായി ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലും ഒരു കഥയ്ക്ക് അതിനാവശ്യമായി വരുമ്പോൾ നിശ്ചയമായിട്ടും ഞാൻ അത് ഉപയോഗിക്കുമെന്ന് കരുതുന്നത്. പക്ഷേ എൻ്റെ എഴുത്തിൻ്റെ രീതിയിൽ ചില കൺസ്ട്രക്ഷൻ രീതികളുണ്ടാകുന്ന ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് കഥയ്ക്ക് പലതരത്തിലുള്ള വേർഷൻസ് ഉണ്ടാകുക, ഫ്ലോ ചാർട്ടുകൾ ഉണ്ടാക്കുക, ഓരോ അധ്യായങ്ങളും എവിടെ വരിക എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി പാഠങ്ങൾ ഉണ്ടാക്കി വെക്കുക. കഥ എഴുത്ത് രീതി തന്നെ ഒരു കൺസ്ട്രക്ഷൻ രീതിയിൽ തന്നെ
അതായത് ഒന്നിൽ നിന്ന് തുടങ്ങി അവസാനം വരെ പോകാതെ പലയിടങ്ങളിൽ വെച്ച് എഴുതിയതിന് ശേഷം കൂട്ടി യോജിപ്പിക്കുന്ന പരിപാടി, അങ്ങനെയൊക്കെ ഒരുപക്ഷെ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ എൻ്റെ എഴുത്ത് രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ സ്വകാര്യമായി ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ കഥയിൽ പ്രത്യക്ഷമായി വന്നിട്ടില്ല എന്ന് മാത്രമേ. ഇതിനോട് അനുബന്ധിച്ച ചോദ്യം തന്നെയാണ്, അങ്ങയുടെ കഥാരീതി എങ്ങനെയാണ് തുടങ്ങുന്നത്, അത് ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു, അതെങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ഒന്ന്, കഥ ഒരു ബീജം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലിട്ടിട്ട് അത് എത്രത്തോളം വളർത്താൻ കഴിയും, അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് ആലോചിക്കലാണ് ആദ്യം ചെയ്യുന്നത്. അതിന് ഇന്ന ഇടങ്ങളിലേക്ക് പോകാൻ പറ്റും, ഇന്ന വിഷയങ്ങൾ നമുക്കതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, അതിനെ ഇത്രത്തോളം വളർത്താൻ പറ്റും, അതിന് ഇത്ര സംഘർഷ മുഹൂർത്തങ്ങൾ അതിനകത്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ കുറേ ആലോചിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക, അതിനുവേണ്ടിയുള്ള വായനകൾ നടത്തുക, ആരെങ്കിലുമൊക്കെ കണ്ട് സംസാരിക്കണമെങ്കിൽ അവരെ കണ്ടെത്തുക, നമ്മുടെ ഭാവനയിൽ നിന്നുള്ള കുറിപ്പുകൾ എടുക്കുക. അങ്ങനെ കുറേ കുറിപ്പുകൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ എഴുത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നത്. അപ്പോഴും അധ്യായങ്ങളായി ആദ്യം മുതൽ അവസാനം വരെ എഴുതിയല്ല ചെയ്യുന്നത്. പല അധ്യായങ്ങളും പല സമയത്ത് എഴുതിയതിന് ശേഷം നമ്മൾ പിന്നീട് അതിനെ കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ പറയും, ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ ഒരു റോഡ് നിർമ്മിക്കണമെങ്കിൽ ഇവിടെ നിന്ന് റോഡ് നിർമ്മിച്ച് വഴി വെട്ടി ടാർ ചെയ്ത് പിന്നെ അടുത്തടുത്ത് ചെയ്യുന്ന അങ്ങനെയല്ല. ഒരിടത്ത് വഴി വെട്ടുന്നുണ്ടാവും, ഒരിടത്ത് ഓട് വെട്ടുന്നുണ്ടാവും, ചിലയിടത്ത് ടാറിങ് തുടങ്ങിയിട്ടുണ്ടാവും, ചിലയിടത്ത് കലുങ്ക് കിട്ടുന്നതേ ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് പാലം പണിയുന്നുണ്ടാവും. പക്ഷേ ഇതെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് അവിടെ ചെല്ലും, ആ വഴി പൂർത്തിയാവും എന്ന് നമുക്ക് അറിയാം എന്ന് പറയുന്നത് പോലെയാണ് ഒരു കഥ നമ്മൾ എഴുതുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു എഞ്ചിനീയറിങ് സ്വഭാവം എൻ്റെ എഴുത്ത് രീതിയിലുണ്ട് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് അറിയാം ഇവിടെ നിന്ന് നമുക്ക് പോവേണ്ടത് തിരുവനന്തപുരം വരെയാണ്, ആ വഴി ചെന്ന് ചേരേണ്ടത് അവിടെയാണെന്നറിയാം. പക്ഷേ പണി പലയിടങ്ങളിൽ നിന്ന് നടക്കുകയും പലതരത്തിൽ പൂർത്തീകരിക്കുകയും ചിലയിടത്ത് ആദ്യമേ തന്നെ ഫിനിഷിങ് പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന എഴുത്തുകാർക്ക് വേണ്ടി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ധാരാളം സർഗാത്മകതയുള്ള ചെറുപ്പക്കാർ നമുക്ക് ചുറ്റും വളർന്നു വരുന്നതിൻ്റെ വലിയ സൂചന നമുക്ക് കാണുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. സമൂഹത്തെ സമഗ്രമായി നിരീക്ഷിക്കുക, ഇതുവരെ പറയാത്ത വിഷയങ്ങൾ പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുക, ഭാഷയിന്മേൽ നല്ല ആധിപത്യം സ്ഥാപിക്കുക, അതിനുവേണ്ടി നിരന്തരം എഴുതിക്കൊണ്ടേയിരിക്കുക. എഴുതുക എന്നതിന് എഴുതി തെളിയാനുള്ള ഏറ്റവും നല്ല വഴി വീണ്ടും വീണ്ടും എഴുതുക, നിരന്തരം എഴുതിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നല്ല നിരീക്ഷകനായി പുതിയ വ്യത്യസ്ത വിഷയങ്ങളുമായി നമ്മൾ വരുമ്പോഴാണ് ഒരു പക്ഷേ സമൂഹം നമ്മളെ ശ്രദ്ധിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ശബ്ദം വേറിട്ടതായി കേൾപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ശ്രമമുണ്ടായാൽ ഈ സർഗാത്മകതയുള്ള ചെറുപ്പക്കാർക്ക് വലിയ ഉയരങ്ങൾ താണ്ടാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകുമെന്നും അങ്ങയോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നും. എന്തായാലും വളരെ സന്തോഷം. നന്ദി. താങ്ക് യു. സന്തോഷം.